പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് ഈശോ 22:12-28 പ്രാർത്ഥിച്ചപ്പോഴേ അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈശോ അത് ഞാൻ തന്ന പ്രാർത്ഥനയാണ്, നല്ല പ്രാർത്ഥനയാണ്. പക്ഷേ അപ്പൻ്റെ നാമത്തെ അല്ലേ നീ മഹത്വപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ കൂടെ ഈ വരി കൂടി നീ ചേർക്കണം. എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. ഇത് രണ്ട് സമാന്തര വചനങ്ങളാണ് ശരിക്കും. കാര്യം നമ്മൾ യോഹന്നാൻ ഈ 12:28 വചനങ്ങൾ, അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന വചനവും നമ്മൾ ഇതേ സിറ്റുവേഷനിൽ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ എന്താ പറയണത്? അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്നിട്ടെന്ത് പറയണം? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം അല്ലേ, 39-ാമത്തെ വാക്യം. അപ്പോൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അതിൻ്റെ സമാന്തര വചനം എന്താണ്? അതിൻ്റെ കൂടെ ഈശോ പറഞ്ഞ വചനം എന്താണ്? അത് മത്തായി ശ്ലീഹയാണ് റിപ്പോർട്ട് ചെയ്യണത്. എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. അപ്പോൾ നമുക്കത് വ്യക്തമല്ലേ? കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തേണ്ടത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മക്കളും ധ്യാനിച്ച്, അതായത് നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യാഖ്യാനിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കൊതിയോടെയും ആഗ്രഹത്തോടെയാണ് കർത്താവിൻ്റെ വചനം കേൾക്കണത്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ദൈവ സംവിധാനമാണ് ഈ ആരാധനയും അതുപോലെയുള്ള വചനത്തിൻ്റെ വ്യാഖ്യാനവുമെല്ലാം. അപ്പോൾ നമ്മളെപ്പോഴും എന്താ കണ്ടത്? ഇത് ദൈവം നമുക്ക് ശക്തിയുടെ സൂത്രവാക്യമാണ് ശരിക്കും. ഇപ്പോൾ സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ അല്ലേ, അല്ലെങ്കിൽ ഫോർമുല. അതിന് എന്നാ, ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ഫോർമുല ഉണ്ടാകണം. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി. ഒരു മനുഷ്യൻ്റെ ശക്തി ചോർന്നു പോയാൽ, അവൻ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അവൻ തളർന്ന് വീണ് കഴിഞ്ഞാൽ അവനെ എംപവർ ചെയ്യണം അല്ലേ, ശക്തിപ്പെടുത്തണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിന് പരിശുദ്ധാത്മാവ് ഈശോയിലൂടെ നിർവഹിച്ച സംഭവമാണ്. എന്താണ്? ഒന്ന്, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത് എന്താ? അതാണ് നമ്മൾ യോഹന്നാൻ 22:12-28 കണ്ടത്. പിന്നെ എന്ത് പ്രാർത്ഥിക്കണം? അപ്പോൾ എൻ്റെ ഇഷ്ടം, എങ്കിലും 26-39 മത്തായി ശ്ലീഹായുടെ സുവിശേഷം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സുവിശേഷവിഹിതമായ ജീവിത പ്രശ്നങ്ങളെ അതിജീവിച്ച് അത് അഭിമുഖീകരിച്ച് ആ ദൈവശക്തി ആവഹിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ടെക്നിക്സ് പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പറയണ ആരാണെന്നറിയാമോ? യോഹന്നാൻ അല്ല പറയണത്, മത്തായി ശ്ലീഹായുമല്ല, ലൂക്കാ സുവിശേഷമാണ് പറയണത്. എന്നാ പറയണത്? ലൂക്കാ പറയും, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ, ചാർജ് ചെയ്യാൻ ആൾ വന്നേണ്ട നോക്കിയേ, അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ വന്നു, ഒരു ദൈവദൂതൻ വന്നു.
അപ്പ ഒരു പ്രാർത്ഥനയും, സത്യസന്ധമായ ഒരു പ്രാർത്ഥന പോലും അപ്പ ഉപേക്ഷിക്കത്തില്ല. അതാണ് 22:43 അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ വന്നു. അതൊക്കെ കണ്ട അതിൻ്റെ പ്രോസസ്സിങ് കണ്ടില്ലേ? അസ്വസ്ഥമാകുന്ന ഒരു ഹൃദയത്തിൽ ശക്തി നേടാനുള്ള സൂത്രവാക്യങ്ങളെയാണ് ഈ സുവിശേഷം നമ്മൾ യോഹന്നാൻ 12:27, 28, മത്തായി 26:39, ലൂക്ക 22:43 എല്ലാം നമ്മൾ കണ്ടത്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് രസം അറിയണോ? അതായത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ, ഇപ്പോൾ ഈശോൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില നിങ്ങൾക്കറിയാമല്ലോ, ഈശോൻ്റെ എല്ലാ ദിവസവും തന്നെ ഇഷ്യൂസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നു. നമ്മൾക്ക് എപ്പോഴും അറിയാവുന്നത് ഈശോയെ കുറിച്ച് മരണം മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ബൈബിൾ പരിശോധിക്കുന്നൊക്കെ അറിയാം, എവരിത്തിങ് ഹി വാസ് ഇൻ ട്രബിൾ. ഞാൻ ഓർക്കുക, ദൈവം എന്തോ ഒരു ജന്മം മുഴുവനും ഓരോ ദിവസവും ചിലപ്പോൾ നിയമജം വരും, പ്രശ്നം ഉണ്ടാക്കി, ചിലപ്പോൾ വല്ല വിചാരത്തിൽ പിടിച്ച സ്ത്രീകളെയും കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് പരസ്യ വിചാരണയ്ക്ക് ഒരുങ്ങും അല്ലേ. അപ്പോൾ ചില ആൾക്കാർ നാണയം കൊണ്ടുവരും, സീസൺ കൊടുക്കണ ദൈവത്തിന്, അതുപോലെ തന്നെ ഇന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവനെ തന്ത്രത്തിൽ കൊടുക്കാൻ വേണ്ടി നോക്കണതാണ് ഓരോ തരത്തിൽ. അപ്പോൾ ദാറ്റ് മീൻസ് ചുറ്റും ഇങ്ങനെ വൈരാഗ്യം, അസൂയ, പക, പരദൂഷണം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ചുറ്റുമേ. ഈശോയുടെ ജീവിതത്തിൻ്റെ ഇപ്പം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാത്രമേ ഇങ്ങനെ നാട്ടുകാരുടെ പരദൂഷണവും പകയും വിദ്വേഷവും ചതിയും അഹങ്കാരവും മുൻകോപവും കലഹവും വക്രതയൊക്കെ ഉണ്ട്. ഇപ്പം നോക്കിയേ, ഒരു സിനിമാ സെറ്റ് അഭിനയിക്കാൻ പറ്റിയ സാധനമാണ്, അഭിനയിക്കാനേ ഉള്ളേ, അവിടെ വേറെ ഒന്നുമില്ല. അഭിനയം കഴിഞ്ഞ ആൾക്കാർ പോകും. അഭിനയത്തിൻ്റെ പള്ളിക്കോല ഉണ്ടാക്കിയിട്ട് അതിനെ ആക്രമിക്കുന്ന ഒരു കാലം ഇല്ലേ. ബെഡ്റൂമിലേക്ക്, ജീവിത പങ്കാളിയുടെ ബെഡ്റൂമിലേക്ക് മൂർഖൻ പാമ്പിനെ വില കൊടുത്ത് മേടിച്ച് പറഞ്ഞു വിടണൊക്കെ. അപ്പോൾ പലതരത്തിലുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ യോഹന്നാൻ 16, 22, 23 വായിക്കുമ്പോൾ എന്താ പറയുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് കീഴടക്കണത്? ശരിക്കും കർത്താവ് പരമപിതാവിൻ്റെ തിരുമനസ്സിന് കീഴ്വഴങ്ങുമ്പോഴാണ് ലോകത്തെ കീഴടക്കണത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇപ്പോഴ് യോഹന്നാൻ 16:33, അതായത് ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ലോകത്തെ ഈശോ കീഴടക്കിയത്? അതായത് പരമപിതാവിൻ്റെ മനസ്സിനോട് ഈശോ യോജിക്കും. പരമപിതാവിൻ്റെ മനസ്സിനോട് യോജിക്കും. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞില്ലേ, കർത്താവിനോട് പറഞ്ഞില്ലേ ശിഷ്യന്മാർ. കർത്താവ് ഇങ്ങനെ ഓരോ ഇഷ്യൂസിനെ അതിജീവിക്കണ ഇവർ കണ്ടായിരുന്നു. കർത്താവ് ഇങ്ങനെ എല്ലാ ദിവസവും പ്രസംഗങ്ങളുണ്ടല്ലോ. എന്തിനാണ് അധികം? യുദാസ് തന്നെ അകത്തുണ്ടല്ലോ, പിന്നെ ഇപ്പോഴും അധികം പ്രസംഗം പുറത്തുനിന്ന് ഉണ്ടാകേണ്ട കാര്യമില്ല, അവനുണ്ടായിക്കൊള്ളും ഓരോ പ്രശ്നവും. പരമപിതാവും മനഃപൂർവ്വം കരുതിക്കൂട്ടിയും മനുഷ്യബോംബിനകത്ത് വെച്ച് കൊടുത്തതാണ്. ജീവിതകാലം മുഴുവനും കർത്താവ് മാനുഷിക അവസ്ഥകൾ അതിജീവിച്ചത് യൂദാസിനെ വെച്ചുകൊണ്ടാണ്. കാരണം യൂദാസ് ഓരോ പ്രശ്നവും, അപ്പോസ്തലന്മാർ ഇത് കയ്യിൽ മെനകേടാകണ വിഷയമായത് കാരണം ഇവൻ പറഞ്ഞിരിക്കുന്ന പരിചാക്കാത്ത വർത്തമാനമൊന്നും സുവിശേഷം എഴുതാഞ്ഞിട്ടാണ്. ഇവൻ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറേ ഡയലോഗ് കാച്ചിട്ടുള്ള പാർട്ടിയാണ്. നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ. കർത്താവ് ലാസൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസൻ്റെ പെങ്ങൾ കർത്താവിൻ്റെ തലയുടെ നന്ദി, ലാസനെ ഉയർപ്പിച്ചതിലുള്ള നന്ദി പറയാൻ വേണ്ടി അവൾക്ക് വാക്കില്ലാഞ്ഞപ്പോഴാണ് അവൾ സുഗന്ധ തൈലം കൊണ്ട് കർത്താവിൻ്റെ പാദം പൂശിയത്. അത് കണ്ട് അവന് കമൻ്റ് അടിച്ചു, കണ്ടില്ലേ?
അപ്പോൾ കർത്താവിനെ കൊച്ചാക്കാൻ നോക്കി. കൂടെ ഉള്ളവൻ്റെ തന്നെ അവസ്ഥ ഇതാണ്. അപ്പോൾ അതിന് പുറത്തുള്ളവൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ലോകത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ ഡിസ്റ്റർബ് ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ദൈവം അറിയാതെ എപ്പോഴും എൻ്റെ മക്കൾ വിചാരിക്കണം, എന്നാ ഡിസ്റ്റർബൻസ്, മറ്റുള്ള അസൂയയാകാം, പകയാകാം, കുടുംബത്തിലുള്ള കുത്തിത്തിരിപ്പാകാം, തൊടുത്തിൽ കുത്താകാം, എന്നാ പരിപാടി. നമ്മൾ വിശ്വസിച്ച ആളായിരിക്കും ചിലപ്പോൾ നമ്മുടെ കാഴ്ചവട്ടിൽ മണ്ണ് മന്തി എടുത്തിട്ട് നമ്മളൊക്കെ മരത്തി അടിക്കാൻ നോക്കണത്. ഇതൊക്കെ ജീവിതത്തിൽ ലോകത്തിലുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഡിസ്ചാർജ് ചെയ്യിക്കും. പക്ഷേ ഈശോ എന്നാ പറയണത്? അതെല്ലാം ചാർജ് ചെയ്യാനുള്ള അവസ്ഥയാക്കി മാറ്റണം. അതെല്ലാം ചാർജ് ചെയ്യാനുള്ള അവസ്ഥയാക്കി മാറ്റണം. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഞാനും കേട്ടോണ്ടിരിക്കുന്ന മക്കളൊക്കെ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളില്ലേ, അവിടെ കുടുംബത്തിലും ജീവിതത്തിലും, അവിടെയൊക്കെ അവർക്ക് അങ്ങേപ്പോലെ പ്രാർത്ഥിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവതിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ആവശ്യമായ കൃപയാൽ നിറക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ഇന്ന് ഈ സന്നിധിയിൽ, ദൈവമാതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് സാക്ഷ്യം പറയുവാനായി അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സെനി ഉദയകുമാർ. ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചതാണ്, എങ്കിലും ക്രിസ്തീയ വിശ്വാസത്തോടെ ജീവിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഉദയകുമാർ, എനിക്കൊരു മകളാണുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ 17 വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്നു. എൻ്റെ വീട് കോട്ടയത്താണ്. ഞങ്ങളിവിടെ വരുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത് ബഹ്റൈനിലൊരു ഹോസ്പിറ്റൽ, ഡെൻ്റൽ ഹോസ്പിറ്റൽ HR മാനേജറായിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പ് നടത്തുകയാണ്. കഴിഞ്ഞ 17 വർഷത്തോളമായി ഞങ്ങൾ അവിടെ തന്നെയാണ്. എൻ്റെ മകളെ ഞാൻ കഴിഞ്ഞ 1 വർഷമായി ഇവിടെ നാട്ടിൽ ഒരു ഡിഗ്രി കോഴ്സിന് ചേർത്തിരിക്കുകയാണ്. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എല്ലാവരെ പോലെയും ഞാനും അടിച്ചുപൊളി ജീവിതവുമായി നടന്ന ഒരു വ്യക്തിയാണ്. അതിന് മെയിൻ കാരണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു. മാതാപിതാക്കൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. കല്യാണം കഴിച്ച വീട്ടിലും അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. അതിനാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് തീരെ കുറവായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഞാനെപ്പോഴും യൂട്യൂബിൽ ഹിന്ദി പാട്ടുകളും മൂവികളും കണ്ടുകൊണ്ട് അടിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്കറിഞ്ഞുകൂടായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ഗ്രാഫ് മാറിമറിയുമെന്നുള്ളത്. ഞാൻ ഉയർന്ന ഗ്രാഫിൽ നിന്നൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് എൻ്റെ ഗ്രാഫ് താഴേക്ക് വീഴാൻ തുടങ്ങി. 2020 കൊറോണ സംഭവിക്കുന്ന വർഷം മുതലാണ് എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത്. 2020 ഞാൻ നാട്ടിലൊരു വീട് മേടിക്കുകയായിരുന്നു. ആ വീട് മേടിച്ചെന്ന് വെച്ചാൽ നല്ലൊരു പൈസയ്ക്ക് ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വീട് മേടിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് ബഹ്റൈനിലേക്ക് പോകുകയായിരുന്നു. അവിടെ ചെന്നൊരു 5 ദിവസം കഴിയുമ്പോഴാണ് കൊറോണ ലോക്ക്ഡൗൺ ആകുന്നത്. നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം പൂട്ടേണ്ടതായിട്ട് വന്നു. വലിയ ഒരു റെൻ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്. മാസങ്ങളോളം റെൻ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടി. അങ്ങനെ കടങ്ങൾ കയറി ബിസിനസ്സിൽ വലിയ തകർച്ചയുണ്ടായി. എനിക്ക് നല്ലൊരു ശമ്പളം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരാളുടെ ശമ്പളത്തിൽ ഞങ്ങൾ പിടിച്ചു നിന്നു. അപ്പോഴും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. 2020 അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിക്കുന്നു, അറ്റാക്കായി. അതിനുശേഷം പതുക്കെ എനിക്ക് തോന്നിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഹിന്ദു വിശ്വാസത്തിൽ പ്രാർത്ഥന തുടങ്ങി. എനിക്ക് ഹിന്ദു പ്രാർത്ഥനകൾ അധികം അറിയില്ലായിരുന്നു. കാരണം ഞാൻ പുറത്ത് ജീവിച്ച് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ക്രിസ്തീയ ഭക്തിഗാനത്തോടായിരുന്നു എന്നും ആരാധനയും, കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടാകുന്നതും. അങ്ങനെ ഞാൻ ഹിന്ദു പ്രാർത്ഥനയിൽ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ 2022 എൻ്റെ ഫാദർ, എൻ്റെ വലം കൈയായിരുന്ന എൻ്റെ പപ്പ ഇതുപോലെ അറ്റാക്കായി മരിക്കുന്നു. അതും എൻ്റെ രണ്ടാമത്തെ തിരിച്ചടിയായി. ഈ കൊറോണ കാലഘട്ടത്തിൽ എൻ്റെ ബ്രദർ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ സ്വന്തമായി ഒരു IT ബിസിനസ് നടത്തുന്ന ആളുകളായിരുന്നു. ഭർത്താവും ഭാര്യയും IT ബിസിനസ്. അവർക്കും വലിയൊരു തകർച്ചയുണ്ടായി. ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ അവർക്കും എനിക്കോ കഴിയാൻ പറ്റാത്ത വിധം ഞങ്ങൾ ബാധ്യതയിലായി. നാട്ടിലുണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്നുണ്ടായിരുന്ന പൈസകളെല്ലാം ഞങ്ങൾ അവിടേക്ക് വലിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 എൻ്റെ ഹോസ്പിറ്റൽ
ഞാനൊരു HR മാനേജർ എന്ന ലെവലിൽ ജീവിക്കുന്നത് കൊണ്ട് എല്ലാ ലീഡിങ് ഇതിലും പൊസിഷനും ചെയ്ത് ജീവിക്കണമായിരുന്നു. 2023 എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഗവൺമെൻറ് അക്രഡിറ്റേഷൻ എന്ന വർക്കിന് വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു തുടങ്ങി. അതിൽ വൻ വിജയം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു മോട്ടിവേഷനായിരുന്നു. കാരണം ഞാനത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിന് വലിയ തകർച്ചയുണ്ടാകും. അങ്ങനെ ഞാൻ 2023 അതിനുവേണ്ടി 8 മാസത്തോളം ഹാർഡ് വർക്ക് ചെയ്തു. ആ ഹാർഡ് വർക്കിൽ എനിക്കുണ്ടായ സ്ട്രെസ്സും മാനസിക ബുദ്ധിമുട്ടുകളും കാരണം ഞാൻ ഓവറോൾ പെയിൻ കില്ലർ എടുത്തു തുടങ്ങി. ഞാനൊരു സ്പോണ്ടലൈറ്റിസ് പേഷ്യൻ്റാണ്. സിവിയർ ഹെഡേക്കും, പെടലിക്ക് മുമ്പിൽ തല നിൽക്കില്ല, കിടന്നാൽ പോലും എനിക്ക് തല നിവർത്തി വെക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ. പെയിൻ കില്ലർ എടുത്തു തുടങ്ങി. എൻ്റെ ബാഗിൽ എപ്പോഴും പെയിൻ കില്ലർ ആയിരുന്നു. ഓവർ ഡോസേജ് ഓഫ് പെയിൻ കില്ലർ കാരണം എൻ്റെ മുട്ടിന് താഴേക്ക് കറുപ്പ് നിറം വ്യാപിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ 2023 ഞാൻ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ അടുക്കിലേക്ക് ഒരു സ്റ്റാഫ്, ഞാനായിട്ടെടുത്ത ഒരു സ്റ്റാഫാണ്. ഞാൻ ജോലിക്ക് എടുക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിലൊരു കൊന്ത ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ കൊന്ത? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് കൃപാസന മാതാവാണ്. അപ്പോഴും എനിക്ക് കൃപാസന മാതാവിനെ പറ്റി അധികം കേട്ടിട്ടില്ല. അതിന് തൊട്ട് മുമ്പ്, ഒരാഴ്ച മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വന്നിട്ട് ചോദിച്ചു, എൻ്റെ ഒരു റിലേറ്റീവ് ഈ കൃപാസന ഇവിടെ വരികയും ഇതിനെതിരെ നെഗറ്റീവ് പോസ്റ്റ് ഇടുകയും ചെയ്തു FBയിൽ. അത് കണ്ടുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, വന്ദിച്ചില്ലെങ്കിലും ആരെയും നിന്ദിക്കാൻ പാടില്ല, എന്തുകൊണ്ടാണ് നിൻ്റെ ബന്ധു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആർക്കെതിരെയാണ്? അപ്പോൾ പറഞ്ഞു, കൃപാസനം. ഞാൻ ചോദിച്ചു, എന്താണ് കൃപാസനം? അത് ചേർത്തലയിലുള്ളൊരു പള്ളിയാണ്. അങ്ങനെയാണ് ഞാൻ ആ വാക്ക് ആദ്യമായി കേൾക്കുന്നത്. എങ്കിൽ പോലും ഞാൻ അതിന് പുറകെ പോയില്ല. പക്ഷെ ഞാൻ ഈ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്തപ്പോൾ ആ സ്റ്റാഫ് എൻ്റെ അടുക്കൽ വരികയും എന്നോട് പറഞ്ഞു, ഇത് കൃപാസന മാതാവിൻ്റെ കൊന്തയാണ്, മാഡത്തിന് ഞാനൊരു സാധനം തന്നാൽ സ്വീകരിക്കുമോ? ഞാൻ ചോദിച്ചു, എന്താണത് എന്ന് ചോദിച്ചപ്പോൾ ഒരു പത്രമാണ് എനിക്കെടുത്ത് കയ്യിലേക്ക് തരുന്നത്. അന്ന് ആ പത്രം മേടിക്കുമ്പോഴും അതിനെന്ത് പ്രാധാന്യമുണ്ടെന്നറിയാതെ ഞാനത് കൊണ്ട് എൻ്റെ ദൈവങ്ങളുടെ അടുക്ക കൊണ്ടുവച്ചു. അത്രമാത്രം ഒരു ബോധം ഉണ്ടായിരുന്നു അത് അവിടെ വെക്കാവൂ എന്നുള്ളത്. അവിടെ വെച്ചു വായിക്കാതെ. അതിനുശേഷം യാദൃശ്ചികമായി യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്ന എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാൻ യൂട്യൂബ് തുറന്നാൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാത്ത ഞാൻ എങ്ങനെ ഇത് കണ്ടു എന്നുള്ളത്. അച്ഛൻ്റെ പ്രസംഗം കേട്ട പുറകെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ ഞാൻ ഇതിലേക്ക് എന്താണ് കൃപാസനം എന്ന് കണ്ടു തുടങ്ങി, കേട്ടു തുടങ്ങി. അങ്ങനെ ഞാൻ ഈ സ്റ്റാഫിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് നാട്ടിൽ വരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. എന്നോട് പറഞ്ഞു, ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്യുക. അത് എന്താണെന്നോ എങ്ങനെ ചെയ്യണമെന്നോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്തു. എൻ്റെ 3 കാര്യങ്ങൾ ഞാൻ അതിനകത്ത് റിക്വസ്റ്റ് ചെയ്തു. സാമ്പത്തിക ബുദ്ധിമുട്ട്, എൻ്റെ സഹോദരനുണ്ടായ പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഞാൻ ഈ പങ്കെടുക്കുന്ന ഈ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിൽ വിജയിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എനിക്കറിയില്ല ലൈറ്റ് എ ക്യാൻഡിൽ ചെയ്തിട്ട് റിപ്ലൈ കിട്ടുമോ ഇല്ലയോ, എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എങ്ങനെയാണ് മാതാവിനെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അതെനിക്ക് കുറച്ച് പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു. അന്നേരവും പ്രാർത്ഥിക്കുന്നില്ല, മാതാവേ എന്ന് മാത്രം വിളിക്കും, കൃപാസന മാതാവേ കാക്കണേ. ഞാൻ അവിടെ വരുമ്പോൾ, അതെന്നെന്ന് എനിക്കറിയില്ല, വരുമ്പോൾ ഞാൻ അവിടെ വന്നുകൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞു. 2024 ജൂണിൽ എൻ്റെ മകളെ ഹയർ സ്റ്റഡീസിനായി ഇവിടെ ചേർക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് വരാനിരിക്കുമ്പോൾ പെട്ടെന്ന് BP ഷൂട്ടായി തുടങ്ങി. അതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു അസുഖവും ഇല്ലായിരുന്നു. BP ഷൂട്ടായപ്പോൾ അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നാട്ടിലേക്ക് പോകുകയല്ലേ, അവിടെ പോയി ഉള്ള ഡീറ്റെയിൽഡ് ചെക്കപ്പുകളൊക്കെ ചെയ്യൂ എന്ന്. അങ്ങനെ കോട്ടയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്ന് കോട്ടയത്ത് വന്നൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ അവർ ത്രെഡ്മിൽ റിക്വസ്റ്റ് ചെയ്തു. ത്രെഡ്മിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ ത്രെഡ്മില്ലിൽ നിന്ന് ഫെയിൻ്റായി താഴെ വീഴുകയും അപ്പോൾ എൻ്റെ മകൾ മാത്രമായിരുന്നു ആ ഹോസ്പിറ്റലിൽ കൂടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞു, ഭാര്യ എവിടെയാണോ അല്ല നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ഒന്നും കേൾക്കാതെ പുള്ളി എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്, പുള്ളിയെ CCUലേക്ക് ഷിഫ്റ്റ് ചെയ്തു, പേസ് മേക്കർ വെക്കണം, എത്രയും പെട്ടെന്ന് പേസ് മേക്കർ വെക്കാം, ഞങ്ങൾക്കതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ വെയിറ്റ് ചെയ്യ്, ഞാൻ ബഹ്റിനിലാണ്, ഞാൻ വരട്ടെ, വന്നതിന് ശേഷം പേസ് മേക്കർ വെക്കാവൂ. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, വന്നോളൂ. അപ്പോൾ എനിക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോട് ചോദിക്കണമെന്നറിയില്ല. ഞാൻ നേരെ എൻ്റെ ഹോളിലേക്ക് പോയി. സോഫയുടെ അരികിലാണ് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാൻ ഉറക്കെ കരഞ്ഞു, എൻ്റെ മാതാവേ ഞാൻ അവിടെ വന്നുകൊള്ളാം,
എൻ്റെ ഹസ്ബൻഡിന് ഒരു അസുഖങ്ങളും ഉണ്ടാകല്ലേ, മരുന്നാൽ ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖങ്ങൾ മാത്രമേ കാണാവൂ. എൻ്റെ പപ്പ പോയി, എനിക്ക് വേറെ ആരുമില്ല, അപ്പോൾ എനിക്ക് ആശ്രയമായി നീ നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ എങ്ങനെ ഞാൻ കയറി വരും, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ എങ്ങനെ കയറി വരുമെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയായ ഡോക്ടർ, കഴിഞ്ഞ 18 വർഷമായി സഹോദരതുല്യനായി ഞാൻ കാണുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എൻ്റെ കളക്ഷനിൽ നിന്ന് എടുത്തുകൊണ്ട് നീ പൊക്കോളൂ. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഫ്ലൈറ്റിന് ഇവിടെ വരികയാണ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിനെ പരുമല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ കൊണ്ടുചെന്ന് ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, ആദ്യം നമുക്ക് എൻജിയോഗ്രാം ചെയ്യാം. ഞാൻ സസ്പെക്റ്റഡ് ആണ്, കാരണം പുള്ളിക്ക് ഹൈറ്റും വെയ്റ്റും അതേപോലെ ത്രെഡ്മിൽ പോസിറ്റീവാണ്. അങ്ങനെ OT-യിലേക്ക് കയറ്റി. OT-യിലേക്ക് കയറ്റുമ്പോഴും ഞാൻ ആ വാതിക്കലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പവും ഉണ്ടാക്കരുതേ. അത്ര മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയുള്ളായിരുന്നു. അതിനുശേഷം ഡോക്ടർ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ OT-യിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു, ഇങ്ങി വരൂ, ഇവിടെ ഇരിക്കുക, ഇതൊരു മിറക്കിളാണ്, നിങ്ങൾ നോക്കൂ. ആസ് എ മെഡിക്കൽ ഞാൻ അവിടെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് സ്ക്രീൻ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഈ പുള്ളിക്ക് ഒരു ബ്ലോക്ക് പോലും ഇല്ല, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഞാൻ പോലും അത്ഭുതപ്പെടുന്നു, ഒരു ബ്ലോക്ക് പോലും ഇല്ലാതെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മാതാവേ എന്ന് വിളിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പറയാൻ വയ്യ, എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകുക, കാരണം നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കതൊരു വലിയ പ്രയാസമാണ്. ഡിസ്ചാർജായി തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹവുമുണ്ട്, നോ എന്ന് പറയല്ലേ. എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൃപാസനത്തിൽ എത്തിക്കണം, എനിക്ക് പോകണം. അങ്ങനെ ഞാൻ ജൂൺ മാസം അവസാനം ഈ കൃപാസനത്തിൽ വരികയാണ്. ആദ്യത്തെ ദിവസം എനിക്ക് ഉടമ്പടി എടുക്കാൻ നടന്നില്ല, കാരണം ലേറ്റായിപ്പോയി. ഞാൻ പിന്നെ ജൂലൈ 3-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എന്താണെന്നോ എങ്ങനെ പാലിക്കണമെന്നോ അറിയാത്ത ഞാൻ ഉറപ്പിച്ചു, എന്ത് വന്നാലും ഞാനത് പാലിക്കും. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു. എൻ്റെ നിയോഗങ്ങൾ എഴുതാൻ എനിക്ക് മലയാളം എഴുതാൻ അത്ര അറിയില്ല, അതുകൊണ്ട് ഞാൻ മലയാളവും ഇംഗ്ലീഷും കൂടെ കൂട്ടിക്കുഴച്ച് എഴുതി വെച്ചു. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെ നിയോഗങ്ങൾ അന്ന് എഴുതി. പക്ഷേ എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണമേ എന്നുള്ളതായിരുന്നു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ലക്ഷങ്ങളുടെ ബുദ്ധിമുട്ടുകളായിരുന്നു. അതിൽ നിന്ന് എനിക്ക് റിക്കവറി പതുക്കെ വന്നു തുടങ്ങി. ഞാൻ ഒരാളുടെ ഏണിങ്ങിൽ ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് വന്നു തുടങ്ങി. ഇന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറി. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ കൊണ്ടുപോയ പത്രം എൻ്റെ മാതാവിനോടോ എൻ്റെ ഹസ്ബൻഡ് അമ്മയോടോ ഞാൻ പറഞ്ഞില്ല ഞാൻ കൃപാസനത്തിലാണ് പോകുന്നത്, കാരണം എന്തെങ്കിലും നെഗറ്റീവ് പറയുമല്ലോ എന്ന് വിചാരിച്ച്. ഞാൻ ഈ പത്രം ആദ്യം കൊണ്ട് കൊടുത്തത് എൻ്റെ മമ്മിയുടെ കൈകളിലേക്കാണ്. കാരണം മാതാവല്ലേ, എൻ്റെയും അമ്മയല്ലേ, തടസ്സം വരില്ല. അങ്ങനെ ഞാൻ പത്രം കൊടുത്ത് ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മമ്മി ഇപ്പോൾ കൃപാസന മാതാവിൻ്റെ വലിയൊരു ഭക്തയാണ്. ഇന്ന് എൻ്റെ മമ്മി ജീവിക്കുന്നത് തന്നെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയിൽ കൂടെയാണ്. രാവിലെ ജപമാല കേട്ടില്ലെങ്കിൽ എൻ്റെ മമ്മിക്ക് വെപ്രാളമാണ്. യൂട്യൂബോ ഒന്നും മമ്മിയുടെ ഒരു പ്രശ്നമല്ല. 75 വയസ്സായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ മാതാവിൻ്റെ ധൈര്യമാണെന്ന് കൃപാസന മാതാവ്. അതേപോലെ ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞാനിന്ന് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നേടി. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുമ്പോൾ കഴിവെന്താണെന്നോ എന്താണ് എവിടുന്ന് വരുന്നതാണെന്നോ എന്നാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. നമ്മൾ പറയും എൻ്റെ മകൾക്ക് കഴിവുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കഴിവുണ്ട്, ഞങ്ങളിതെല്ലാം നേടി. പക്ഷേ ഇതൊന്നും കഴിവ് കൊണ്ടല്ല, കൃപ കൊണ്ട് നേടേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കാലങ്ങളെടുത്തു. കൃപയില്ലെങ്കിൽ ഈ നേടിയതെല്ലാം പോകും. അതേപോലെ തന്നെയാണ് എനിക്കും സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ 1.5 വർഷമായി ഇവിടുത്തെ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഞാൻ സകല പോസിറ്റിവിറ്റി, എന്നെ കാണുന്നവരെല്ലാം ചോദിക്കും, നിങ്ങളുടെ ഫേസിന് ഭയങ്കര തിളക്കമാണല്ലോ, എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പലരും എന്നോട് നെഗറ്റീവ് പറഞ്ഞു, കൃപാസനത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ആരെയും നെഗറ്റീവ് കേൾക്കില്ല. രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും, വൈകുന്നേരവും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലിയ മാനസിക പ്രയാസമാണ്. ജപമാല മുടങ്ങാതെ ചൊല്ലിത്തുടങ്ങി. ജപമാല എന്താണെന്നറിയാത്ത ഞാൻ ജപമാല ചൊല്ലിത്തുടങ്ങി. പള്ളികളിൽ പോയി തുടങ്ങി, കുർബാനയ്ക്ക് കൂടിത്തുടങ്ങി. എനിക്കിപ്പോൾ ഒരു എനർജിയാണ് ഇതെല്ലാം കാണുമ്പോൾ. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളോളം ഞാൻ മരുന്ന് കഴിച്ചിരുന്ന ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എല്ലാ പെയിൻ കില്ലറുകളും എടുത്തു മാറ്റി. ഇന്ന് എൻ്റെ ബാഗിലിരിക്കുന്നത് തൈലമല്ലാതെ പിന്നെ ഈ കാണുന്ന കൊന്ത രാവും പകലും എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കും. ഇതുകൊണ്ട് ഞാൻ നേടിയതാണ് എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ദൈവിക വിശ്വാസം എന്ന് പറയുന്നത്. അത് പക്ഷേ വേറെ എങ്ങും കിട്ടില്ല.
അതേപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതും ഇതുപോലെ തന്നെ മാറിയൊരു വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരനും ഹിന്ദു വിശ്വാസമാണ്, അവനും ഇതിനൊക്കെ എതിരായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അവനും അവൻ്റെ വൈഫും കൂടി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. രോഗം മാറാനായി. രോഗം വരിക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രയാസം. അത് മാറ്റാനൊരു ആശ്രയം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അച്ഛൻ എപ്പോഴും പറയും മെറിറ്റ് അല്ലേ, അതില്ലാന്നുണ്ടെങ്കിൽ എന്താണ് മെറിറ്റ് എന്ന് പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും കഴിവിൽ അഹങ്കരിക്കരുത്. കഴിവൊന്നിനും ഒരു പ്രാധാന്യമുള്ളതല്ല. കൃപ തന്നെയാണ് വേണ്ടത്. ബലവും ദൈവത്തിൻ്റെ ദയയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം പോകും. ഇതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊരു പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്തു. ഞാനൊരു സ്ഥാപനത്തിൽ നിൽക്കുന്നിടത്തോളം ആ സ്ഥാപനം വലിയൊരു അക്രഡിറ്റേഷൻ എന്ന പ്രോഗ്രാമിൽ 92% എബവ് ഗവൺമെൻറ്റിൻ്റെ സാക്ഷനോടുകൂടി ഞങ്ങൾ പാസ്സായി. എൻ്റെ കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങൾ പകുതി കാര്യങ്ങളും എല്ലാം സാധിച്ചു കിട്ടി. ഇപ്പോൾ ഞാനിവിടെ നിയോഗം പറയുവാനോ അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കുവാനോ വരാനിരുന്ന ആളല്ല. കാരണം എനിക്കിപ്പോഴും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ചെറുതായിട്ടുണ്ട്. കാരണം വലിയ വലിയ കാര്യങ്ങളുണ്ട്. പക്ഷേ ഓർക്കാപ്പുറത്താണ് ഹസ്ബൻഡിൻ്റെ അമ്മ മരിക്കുന്നത്. കഴിഞ്ഞ 10-15 ദിവസമായി ഞാൻ അതിനുവേണ്ടി വന്ന ഞാനാണ്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാതെ ഞാൻ തിരിച്ചു പോകില്ല, സാക്ഷ്യം പറയാതെ തിരിച്ചു പോകില്ല എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഈ പത്രങ്ങൾ, ബഹ്റൈനിൽ അറിയാവല്ലോ ഒരു മുസ്ലിം രാജ്യമാണ്, എങ്കിൽ പോലും പത്രങ്ങൾ കൊടുത്തു തുടങ്ങി. അതേപോലെ തന്നെ പാവങ്ങളായുള്ള മനുഷ്യർ റോഡ് സൈഡിൽ ഒത്തിരി പേരുണ്ട്. നമ്മൾ ഓർക്കും നമ്മുടെ ഇന്ത്യയിലാണ് പാവങ്ങൾ, അവിടെയൊക്കെ ഒത്തിരി പേര് റോഡ് സൈഡിൽ ആഹാരം കഴിക്കാനില്ലാതെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടി പൊതിച്ചോറുകൾ മേടിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റുന്നിടത്തോളം, എല്ലായ്പ്പോഴും എന്നെക്കൊണ്ട് നടക്കില്ല, കാരണം ഞാൻ ഡ്യൂട്ടിയിലാണ് എപ്പോഴും. എൻ്റെ ഹസ്ബൻഡ് എവിടെ നിന്നെങ്കിലും വഴിയിൽ ആരെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ വണ്ടി നിർത്തി ചോദിക്കും എന്താണ്, പുള്ളി ചോറ് മേടിച്ചു കൊണ്ട് കൊടുക്കും. കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഏതൊരു സ്റ്റാഫ് എൻ്റെ അടുക്ക വന്ന് നെഗറ്റീവ് സംസാരിച്ചാലും ഞാൻ നെഗറ്റീവ് അല്ല അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റായിട്ട് പോസിറ്റീവാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നേക്കാൾ കഴിയുന്ന അത്രയും രീതിയിൽ ഞാൻ എല്ലാവരോടും പറയും, വിഷമിക്കേണ്ട, കൃപാസനത്തിൽ പൊക്കോളൂ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. കുട്ടികളില്ലാത്തവർ വരുന്നുണ്ട്, മക്കളില്ലാത്തവർ ഒത്തിരി പേരുണ്ട് 10 വർഷങ്ങളോളമായിട്ട്. അവർ കരഞ്ഞു പറയും എൻ്റെ അടുക്കെ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോകുമോ കൃപാസനത്തിൽ? പക്ഷേ നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ എല്ലാവർക്കും കൃപാസനത്തിൽ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം അതിന് മാതാവ് വിചാരിക്കണം. മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമ്മളിൽ ഓരോ വ്യക്തികളും ഇവിടെ വരത്തുള്ളൂ. എൻ്റെ അടുക്കുന്ന് സ്റ്റാഫ് പറയും ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു വരും. തിരിച്ചു വരുമ്പോൾ അവർ വന്നിട്ടില്ല. എന്തേ പോകാഞ്ഞ്? നടന്നില്ല. അത് നടക്കില്ല. മാതാവ് വിചാരിക്കത്തോളം നമ്മൾക്കാർക്കും ഈ സന്നിധിയിൽ എത്തിപ്പെടാൻ പറ്റില്ല. എല്ലാവരോടും ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തിരുകുമാരനും അമ്മ മാതാവിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കോടാനുകോടി നന്ദി.